എല്ലാവരും സീറ്റിലിരിക്കണം, ശാന്തമായി ഇരിക്കണം. ആകെ 4 മിനിറ്റ് കൂടി ഇരുന്നാൽ ഈ ഫസ്റ്റ് സെഷൻ തീരും. നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മള് ഒരു തർക്കിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ വന്നത്. ഒരു തർക്കം കഴിയുമെങ്കിൽ തീരട്ടെ. എല്ലാവരും ഈ കാര്യം ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായ പ്രമാണങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സദസ്സിലുള്ളവര് ഒരിക്കലും നിങ്ങൾ തർക്കിക്കരുത്. തർക്കിക്കാൻ ഇവിടെ ആളുകളുണ്ട്, അവർ തർക്കിക്കുക, നമ്മളത് കേൾക്കുക. അതാണ് എന്നെങ്കിലേ ഈ സദസ്സ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാതെ മറ്റൊന്നുമല്ല. അതിനാണ് നമ്മൾ 2 വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരും ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ വളരെ സൗമ്യരായിരിക്കണം. അതാണ് നമ്മൾക്ക് ഏറ്റവും നല്ലത്. ഇനി ആകെ 4 മിനിറ്റ് ഉള്ളൂ. ആ 4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കൂടി ആലോചിച്ച് എന്താണ് വേണ്ടത് ചെയ്യാം. പക്ഷെ നമ്മൾ സെഷൻ തീർക്കലല്ലേ, ഭംഗിയായി തീർക്കലല്ലേ നല്ലത്, അല്ലേ? അങ്ങനല്ല നമ്മള് അതാണ് അതുവരെ എന്താണ് പറഞ്ഞതെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടുന്ന് വായിക്കണം. രണ്ട് ബുക്കിലുള്ളതും കൃത്യമായിട്ട് വായിച്ചിട്ട് കാര്യങ്ങൾ പറയണം. ഇതുമായി ബന്ധപ്പെട്ട ഭാഗം വന്നത് ഒരു 2 മിനിറ്റ് കൊണ്ട് തീരുമല്ലോ, അതാണ് തീർത്തി. ആയിക്കട്ടെ, ഒന്ന് ഇരിക്കി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും ഒരു എല്ലാവരും ഒന്ന് ഇരിക്കാമെന്ന് വായിക്കട്ടെ. എന്റെ സമയമാണ്. ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമല്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കല എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. അതിന്റെ അപ്പുറവും ഇപ്പുറവും ഇതെന്താണ്? അതിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾക്ക് അനുകൂലമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക നിങ്ങളെ സമയത്ത്. ഞാനിവിടെ പറയുന്നത് സൽസബീലിൽ ഇല്ലാത്തത് നിങ്ങൾ ഈ സക്കാഫി ഉദ്ധരിച്ചിട്ടുണ്ട്. സൽസബീലില്ല, സൽസബീലിൽ ഇല്ലാത്തത് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇത് ശരിയല്ല. എന്റെ സംസാരം ലേഖനം അവർ ആവശ്യപ്പെടുന്നു. നമ്മൾ കൊടുത്തല്ലോ, അവര് വായിച്ചോട്ടെ. ഞങ്ങൾ അവരെ കയ്യിൽ കൊടുത്തു. ഒരു വട്ടം ഞങ്ങൾ കയ്യിൽ കൊടുത്തു, അവര് വായിച്ചോട്ടെ. ഇത് മര്യാദകേടാണ്, ഇത് ശരിയല്ല. ഇത് ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ വ്യവസ്ഥയിൽ എഴുതിയതാണ്. സംസാരിക്കുന്ന സമയത്ത് ആളുകൾ ബഹളമുണ്ടാക്കാൻ പാടില്ല. ഞങ്ങൾ ആളുകൾ ബഹളമുണ്ടാക്കുന്നില്ല. അയാൾ എന്താ സംസാരിക്കുന്നത്? പാടില്ല. ഇത് സംവാദം കലക്കാനുള്ള പരിപാടിയാണ്. ഇത് സുഹൃത്തുക്കളെ ഒരിക്കലും അനുവദിക്കില്ല. എല്ലാവരും സീറ്റിലിരിക്കണം, ശാന്തമായി ഇരിക്കണം. ആകെ 4 മിനിറ്റ് കൂടി ഇരുന്നാൽ ഈ ഫസ്റ്റ് സെഷൻ തീരും. നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മള് ഒരു തർക്കിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ വന്നത്. ഒരു തർക്കം കഴിയുമെങ്കിൽ തീരട്ടെ. എല്ലാവരും ഈ കാര്യം ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായ പ്രമാണങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സദസ്സിലുള്ളവര് ഒരിക്കലും നിങ്ങൾ തർക്കിക്കരുത്. തർക്കിക്കാൻ ഇവിടെ ആളുകളുണ്ട്, അവർ തർക്കിക്കുക, നമ്മളത് കേൾക്കുക. അതാണ് എന്നെങ്കിലേ ഈ സദസ്സ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാതെ മറ്റൊന്നുമല്ല. അതിനാണ് നമ്മൾ
രണ്ട് വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരും ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ വളരെ സൗമ്യരായിരിക്കണം. അതാണ് നമ്മൾക്ക് ഏറ്റവും നല്ലത്. ഇനി ആകെ 4 മിനിറ്റുള്ളൂ. ആ 4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കൂടി ആലോചിച്ച് എന്താണ് വേണ്ടത് ചെയ്യാം. പക്ഷെ നമ്മൾ സെഷൻ തീർക്കലല്ലേ, ഭംഗിയായി തീർക്കലല്ലേ നല്ലത്, അല്ലേ? അല്ല അങ്ങനല്ല നമ്മള് അല്ല അതാണ് അതുവരെ എന്താണ് പറഞ്ഞതെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടുന്ന് വായിക്കണം. രണ്ട് ബുക്കിലുള്ളതും കൃത്യമായിട്ട് വായിച്ചിട്ട് കാര്യങ്ങൾ പറയണം. ഇതുമായി ബന്ധപ്പെട്ട ഭാഗം വന്നത് ഒരു 2 മിനിറ്റ് കൊണ്ട് തീരുമല്ലോ, അതാണ് തീർത്തി. ആയിക്കട്ടെ, ഒന്ന് ഇരിക്കി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും ഒരു എല്ലാവരും ഒന്ന് ഇരിക്കാമെന്ന് വായിക്കട്ടെ. എന്റെ സമയമാണ്. ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കല എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. അതിന്റെ അപ്പുറവും ഇപ്പുറവും ഇതെന്താണ്? അതിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾക്ക് അനുകൂലമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക നിങ്ങളെ സമയത്ത്. ഞാനിവിടെ പറയുന്നത് സൽസബീലിൽ ഇല്ലാത്തത് നിങ്ങൾ ഈ സക്കാഫി ഉദ്ധരിച്ചിട്ടുണ്ട്. സൽസബീലിൽ ഇല്ലാത്തത് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇത് ശരിയല്ല. എന്റെ സംസാരം ലേഖനം അവർ ആവശ്യപ്പെടുന്നു. നമ്മൾ കൊടുത്തല്ലോ, അവര് വായിച്ചോട്ടെ. ഞങ്ങൾ അവരെ കയ്യിൽ കൊടുത്തു. ഒരു വട്ടം ഞങ്ങൾ കയ്യിൽ കൊടുത്തു, അവര് വായിച്ചോട്ടെ. ഇത് മര്യാദകേടാണ്, ഇത് ശരിയല്ല. ഇത് ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ വ്യവസ്ഥയിൽ എഴുതിയതാണ്. സംസാരിക്കുന്ന സമയത്ത് ആളുകൾ ബഹളമുണ്ടാക്കാൻ പാടില്ല. ഞങ്ങൾ ആളുകൾ ബഹളമുണ്ടാക്കുന്നില്ല. അയാൾ എന്താ സംസാരിക്കുന്നത്? പാടില്ല. ഇത് സംവാദം കലക്കാനുള്ള പരിപാടിയാണ്. ഇത് സുഹൃത്തുക്കളെ ഒരിക്കലും അനുവദിക്കില്ല.